അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ അക്യൂപങ്ക്ചറുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണ ഈ അക്യൂപങ്ക്ചർ വിദ്വാൻമാർ കൈവച്ച ഒരു ഏരിയ പല്ലു ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ആണ്. കാരണം ഇവർ കൈവെക്കാത്ത ഏരിയ ഒന്നുമില്ല. ഇവർക്ക് 10ാം ക്ലാസ്സും ഗുസ്തി മാത്രമാണ് വിദ്യാഭ്യാസം. ആരോഗ്യരംഗത്തെ കുറിച്ചോ മെഡിക്കൽ സയൻസിനെ കുറിച്ചോ യാതൊരു ധാരണ ഇല്ലെങ്കിൽ പോലും എല്ലാറ്റിലും കയറിയ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാൾക്കാരാണ്. ഇവർക്ക് ഈ ഒരു ആത്മവിശ്വാസം വിവരക്കേടിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവരുടെ ചില വാദങ്ങളെ വളരെ കൃത്യമായി എക്സ്പോസ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. അതിൽ ഡോക്ടർ മുജീബ് ആ നിലക്ക് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പല വീഡിയോസും വൈറലായിരിക്കുകയാണ്. അപ്പൊ ഒരു ഡെന്റൽ സർജൻ എന്നുള്ള നിലക്ക് പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ ആ ഒരു പല്ലു ചികിത്സയുമായി ബന്ധപ്പെട്ട ചില അബദ്ധങ്ങളെ തുറന്നു കാണിക്കുകയും അതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വ്യാജ ചികിത്സയ്ക്ക് കേരളത്തിൽ നേതൃത്വം നൽകുന്ന ഷുഹൈബ് റിയാലുവിന്റെ വീഡിയോയിൽ തന്നെ തുടങ്ങാം. അവർ ഈ അടുത്ത കാലമായിട്ട് പല്ല് പറിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ അതിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. എന്തായാലും നമ്മോട് ഇത് വിശദീകരിച്ച് സംസാരിക്കുന്ന ഡോക്ടർ മുജീബ് റഹ്മാനാണ്. നേരത്തെ പറഞ്ഞ പോലെ എത്തിക്കൽ മെഡിക്കൽ ഫോറം ഭാരവാഹിയാണ്, ഡെന്റൽ സർജൻ കൂടെയാണ്. ഡോക്ടറെ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഡോക്ടർ, നമുക്ക് നേരിട്ട് തന്നെ ഇതിലേക്ക് കടക്കാം അല്ലെ? ഇവരുടെ പിന്നെ ഞാൻ സാധാരണ പറയാറുണ്ട്, ഇവരുടെ പൊട്ടത്തരങ്ങൾ മുറിച്ചെടുക്കാനുള്ള വലിയൊരു ടാസ്ക്കാണ് എനിക്ക്. കാരണം വീഡിയോ ഉടനീളം അബദ്ധങ്ങളാണ്. അപ്പൊ അതിൽ അബദ്ധം ഏത് സുബദ്ധം ഏത് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും ഇയാളുടെ വീഡിയോ വെച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ പല്ലുവേദന വന്നാൽ പല്ല് പറിക്കുക എന്ന രീതിയാണ് നാം കൈകൊള്ളുന്നത്. ഭാഗ്യത്തിന് തലവേദന വരാനതും ശരീരം മറ്റൊരു ഭാഗത്ത് വേദന വരാൻ നന്നായി ഞാൻ പറയും. കാരണം വേദന ഭാഗം പറിച്ചു മുറിച്ച് കളയാണെങ്കിൽ അത് ചികിത്സയാണെങ്കിൽ പല്ലുവേദന പോലെ തലവേദന വന്ന തലയും പറിച്ചു കളയുമോ? നോക്കൂ, ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് പഴുപ്പ് കൊണ്ടോ മറ്റ് ഇൻഫ്ലമേഷൻ കൊണ്ടോ വേദന ഉണ്ടാവുകയാണെങ്കിൽ ആ വേദനയ്ക്ക് കൃത്യമായി ചികിത്സ ചെയ്ത് സുഖപ്പെടുത്തുന്ന രീതിയാണ് കണ്ടുപിടിച്ചത്. മറിച്ച് വേദനയുടെ ഭാഗം മുറിച്ചു മാറ്റുക എന്നത് ശരിയായ പരിഹാരമല്ല. എന്നാൽ പല്ലിന്റെ വിഷയത്തിൽ പലപ്പോഴും പല്ല് പറിച്ചു കളയുന്ന കാഴ്ചയാണ് സ്ഥിരം കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയോ പഴുപ്പോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസോ ഇൻഫെക്ഷൻസോ ഉണ്ടായി ആ ഭാഗത്ത് സുഖപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് ആ ഭാഗം മുറിച്ചു മാറ്റുക എന്നത് ഒരിക്കലും ശരിയായ പരിഹാരമല്ല. ഡോക്ടർ, ഇദ്ദേഹം പറയുന്നത് ആദ്യം പറഞ്ഞ ഭാഗം നമുക്ക് ഒഴിവാക്കാം. കാരണം അദ്ദേഹത്തിന്റെ ഒരു വിദ്യാഭ്യാസം വെച്ച് അത്രേ പറയുള്ളൂ. നമ്മൾ തലവേദന വന്നാൽ തല മുറിച്ച് മാറ്റോ, കൈവേദന വന്നാൽ കൈ മുറിച്ച് മാറ്റോ, അതുപോലെ പല്ലുവേദന വന്നാൽ പല്ല് മുറിച്ച് മാറ്റൂല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന സംഗതി. അത് നമ്മൾ അവഗണിക്കാം. അത് അദ്ദേഹത്തിന്റെ വിവരം മാത്രമേ ഉള്ളൂ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, പല്ല് വേദന വന്നാൽ പല്ല് മുറിച്ച് മാറ്റരുത്, അല്ലെങ്കിൽ എടുത്ത് കളയരുത്, പ്രശ്നമാണ്. അത് ചികിത്സിച്ച് ഭേദപ്പെടുത്താണ് വേണ്ടതെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? പല്ല് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയും ഇല്ലേ? ഈ പല്ലുവേദന വന്നാല് ഡോക്ടർമാർ എന്താണ് ചെയ്യുക എന്നുള്ളത് നമ്മളെക്കാൾ മൂപ്പർക്ക് അറിയുന്ന പോലെയാണ് മൂപ്പര് സംസാരിക്കുന്നത്. മോഡേൺ മെഡിസിൻ എന്താണ് പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ചെയ്യുക എന്നുള്ളത് അവരാണ് ഇപ്പൊ തീരുമാനിക്കുന്നത്, ഡോക്ടേഴ്സ് അല്ല. അപ്പൊ അവരങ്ങോട്ട് പറയാണ്, പല്ലുവേദന വന്നു കഴിഞ്ഞാൽ സാധാരണ ഡോക്ടർമാർ പല്ലെടുത്ത് കളയലാണ്. അപ്പൊ തലവേദന വന്നു കഴിഞ്ഞാൽ തല മുറിച്ച് കളയും. യഥാർത്ഥത്തിൽ ഈ ഷുഹൈബ് റിയാലോ, ഞാൻ വിചാരിച്ചിന് ഒരു പോളിടെക്നിക്കിലൊക്കെ പാസ്സായ ഒരാള് ഇത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വർത്താനം പറയുന്നില്ല. നമ്മള് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പിന്നെ പല്ലുവേദന വന്നു കഴിഞ്ഞാല് പല്ലെടുത്ത് മാറ്റുക എന്ന് പറയുന്നത് അതിന്റെ അവസാനത്തെ ചികിത്സയാണ്. അതായത് ഒരു ഡോക്ടർ ഒരു പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പല്ല് അടച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അതിനെ റൂട്ട് കനാൽ ചെയ്യും. റൂട്ട് കനാൽ ചെയ്തിട്ടും ചിലപ്പോൾ അത് ഫെയിൽ ആവുന്ന കേസുകൾ സർജറി ചെയ്യും, എപ്പിസെക്ടമി എന്ന് പറയും. ഈ എപ്പിസെക്ടമി കഴിഞ്ഞിട്ട് അതും ഫെയിലാവുന്ന, അല്ലെങ്കിൽ എപ്പിസെക്ടമി ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യാൻ പറ്റാത്ത, ഓൾറെഡി അൺകൺട്രോൾഡ് ആയിട്ട് ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ആ ടൂത്തിനെ സേവ് ചെയ്യാൻ പറ്റൂല എന്ന ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പല്ലിനെ എടുത്ത് കളയാന്ന് പറയുന്നത്. ഇക്കാലത്ത് പല്ല് എടുത്ത് കളയൽ വളരെ കുറവാണ്. യഥാർത്ഥത്തില് അധിക രോഗികളും ഒരു പല്ല്, അത് കൂട്ടിലെ പല്ലാവട്ടെ പിൻഭാഗത്തെ പല്ലാവട്ടെ, അത് പിന്നെ എത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാല് ആ പല്ല് സേവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇക്കാലത്ത് സാധാരണക്കാരായ ഒരു രോഗികൾ പോലും ചിന്തിക്കാറ്. കാരണം എടുത്തു മാറ്റുന്നതിനെ കുറിച്ച് അവർ പോലും ചിന്തിക്കുന്നില്ല യഥാർത്ഥത്തിൽ. പക്ഷെ ഷുഹൈബ് റിയാൽ പറയാണ്, പല്ലുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നു, ഉടനെ പല്ലെടുത്ത് കളയും. ഇതിനോടൊക്കെ ഇപ്പൊ എന്താ മറുപടി പറയുന്നത് നമുക്കെല്ലാം അറിയില്ല. പുള്ളിയുടെ ധാരണ അത്രേ ഉള്ളൂ. പുള്ളിയുടെ ധാരണ അത്രേ ഉള്ളൂ ആ വിഷയത്തില്. അതെ അതാണ് ചോദിച്ചേ. പോളിടെക്നിക്ക് പഠിച്ച ഒരാള് ഇത്രയും നിലവാരത്തിലാണ് സംസാരിക്കുക എന്നുള്ളത് എനിക്ക് വളരെ അത്ഭുതം തോന്നി ശരിക്കും പറയുന്നത്.
കാരണം പോളിടെക്നിക് ഒക്കെ പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞ് സയന്റിഫിക്കലായിട്ട് കുറെ നോളജ് ഒക്കെ കിട്ടുന്ന ഒരു കോഴ്സ് തന്നെയാണ് പോളിടെക്നിക്. എനിക്ക് മുമ്പ് അഡ്മിഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് പോളിടെക്നിക്കില്. അപ്പൊ അത്ര നിസ്സാരമായ ഒന്നല്ല. പോളിടെക്നിക് പഠിച്ച ഒരാൾ നമ്മളടുത്ത് പോളിടെക്നിക് പഠിച്ച എത്രയോ സ്റ്റുഡൻസും അതേപോലെ എഞ്ചിനീയേഴ്സും ഒക്കെ റൂട്ട് കനാലും അതുപോലെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു വരുന്നുണ്ട്. അവരാരും ഇങ്ങനത്തെ ഇത്രയും വിവരമില്ലാത്ത വർത്താനം പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അല്ല അത് ഇത്രേ ഉള്ളൂ ഡോക്ടർ. കാരണം എന്താണ് പല്ല് എന്നും അതിനെങ്ങനെയാ പ്രശ്നം വരും. അപ്പൊ ഡോക്ടർ പറഞ്ഞില്ല, നേരെ ഒരാൾ ഡോക്ടർ പല്ല് പറിച്ചു കളയല്ല, അതിന്റെ പ്രോട്ടോകോൾ ഉണ്ട്. ആദ്യം പല്ല് സേവ് ചെയ്യാൻ നോക്കും, ഇൻഫെക്ഷൻ ആണെങ്കിൽ ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. ഒന്നും കഴിഞ്ഞാൽ അവസാനത്തെ സ്റ്റെപ്പ് മാത്രമാണ് ഇത് പറിച്ചു കളയുന്നുള്ളത്. ഇത് അദ്ദേഹത്തിന് അറിയില്ല, ഈ സ്റ്റെപ്പും പ്രോട്ടോകോളും. മോഡേൺ മെഡിസിന്റെ ഒരു പ്രോട്ടോകോളും അദ്ദേഹത്തിന് അറിയൂല. അപ്പൊ അദ്ദേഹത്തിന് വായി തോന്നി വിളിച്ചു പറയാണ്. എനിക്ക് തോന്നുന്നു അടുത്തയിലേക്ക് ഒന്ന് പോവാം. അതും ഇതേപോലുള്ള ഒരു ഭീകര അബദ്ധമാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ പല്ലിന്റെ അകത്തുണ്ടാകുന്ന പഴുപ്പ് കൊണ്ടോ മോണക്കെട്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കൊണ്ടോ ഇൻഫെക്ഷൻ കൊണ്ടോ ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന് നാം ശീലിച്ചുകൊണ്ടുള്ള ടൂത്ത് പേസ്റ്റിന് വല്ല പങ്കുമുണ്ടോ? അതെ, ചില കുട്ടികൾക്ക് പല്ലുവേദന ഉണ്ടാകുമ്പോൾ നാം എപ്പോഴും പറയും ചോക്ലേറ്റ് കഴിച്ചിട്ട് പല്ലുവേദന. എന്നാൽ ചോക്ലേറ്റ് കഴിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാത്ത കുട്ടികൾക്ക് പല്ലുവേദന കാണാൻ കഴിയുന്നില്ല. എന്നാൽ ചോക്ലേറ്റ് ഇതേ കഴിക്കാത്ത സ്ഥിരം 1-2 പ്രാവശ്യം ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പല്ലുവേദന ഒരു സാധാരണ കാഴ്ചയല്ലേ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് പല്ലുവേദന ചികിത്സയിൽ ഏറ്റവും ആദ്യം ഉപേക്ഷിക്കപ്പെടുന്നത് ടൂത്ത് പേസ്റ്റ് തന്നെയാണ് കാര്യം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അടുത്തത് പുതിയ ഒന്നാണ് ഡോക്ടർ, ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേച്ചാൽ പല്ലുവേദന ഉണ്ടാവും. അദ്ദേഹത്തിന്റെ പുതിയൊരു കണ്ടുപിടുത്തം തന്നെയാണ്. അത് ചോക്ലേറ്റ് കഴിക്കുമ്പോ എന്താണ് ചോക്ലേറ്റ് കഴിക്കുന്നവര് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാതെ ചോക്ലേറ്റ് കഴിച്ചാൽ പല്ലുവേദന ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് ചോക്ലേറ്റ് ഒഴിവാക്കിയവര് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാലും പല്ലുവേദന. അപ്പൊ വില്ലൻ ടൂത്ത് പേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ വിവരക്കേടിന്റെ അങ്ങേറ്റം നമ്മൾ പറയുന്നു. മനുഷ്യർ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ടൂത്ത് പേസ്റ്റ് ആയാലും ടൂത്ത് ബ്രഷ്. എന്താ ടൂത്ത് ബ്രഷിനെ കുറിച്ച് അവർ പറയാത്തത്? ടൂത്ത് പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പിന്നെ അതിന്റെ ഒരു കുറച്ചൊരു അതിന്റെ ഒരു സൂത്തരിങ്ങും അതേപോലെ ചെറുതായിട്ട് ഒന്ന് ഉരച്ച് കളയാൻ. നമ്മളിപ്പോ ഒരു ദേഹത്ത് നമ്മളെ ശരീരത്തില് സോപ്പ് ഉപയോഗിക്കുന്നത് എന്തിനാ? നമ്മൾ അഴുക്കുകളൊക്കെ ഒന്നും കൂടി പെട്ടെന്ന് പോയി കിട്ടും. സോപ്പ് ഉപയോഗിക്കാണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ കുളിക്കാമല്ലോ. അപ്പൊ അതിന്റെ വ്യത്യാസം ഉണ്ടാവും. എന്നത് പറഞ്ഞ പോലെ തന്നെ ഈ പേസ്റ്റും അതേപോലെ പേസ്റ്റിൽ ഡിറ്റർജന്റ് അടക്കം ചെറിയ അളവിലുണ്ട്, ഗ്ലിസറിൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് കണ്ടൻസ് ഉള്ള ഒരു ഫോർമുലയാണ്. അത് അബ്രസീവ് ഉണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പേസ്റ്റും അല്ല ടൂത്ത് ബ്രഷും ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താ? ഈ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ അല്പാൽപമായി ആ പ്ലാസ്റ്റിക് ചെറിയ അളവിൽ, കാരണം ഇവർക്കൊക്കെ ഇതൊക്കെ വിഷയമാണല്ലോ, ചെറിയ അളവിൽ നമുക്ക് കണ്ടില്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് തേഞ്ഞു പോയിട്ടുണ്ടാവും. ഇത് എവിടെക്കാ തേഞ്ഞു പോയത്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ബ്രഷ് ഉപയോഗിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ശരിക്കും നമ്മള് ടൂത്ത് പേസ്റ്റ് നമ്മളാരും ഭക്ഷണ സാധനമല്ല, അത് നമ്മൾ ഉപയോഗിച്ച് അത് തുപ്പിക്കളയാണ്. അത് പലരും ടൂത്ത് പേസ്റ്റിന്റെ മുമ്പ് ഇതുപോലെ തന്നെ പല വീഡിയോകളും നമ്മൾ കണ്ടു ടൂത്ത് പേസ്റ്റിനെ കുറിച്ചിട്ട്. ആക്ച്വലി നമ്മൾ ടൂത്ത് പേസ്റ്റിന്റെ ഒരു വളരെ ചെറിയ ഒരു 0.0001% ഒക്കെ ചിലപ്പം നമ്മളെ സലൈവിലൂടെ ഒക്കെ നമ്മൾ ശരീരത്തിൽ കിടക്കുന്നുണ്ടാവുന്നല്ലാണ്ട് അതിന്റെ മേജർ പോർഷനും നമ്മൾ അത് വീണ്ടും വീണ്ടും നമ്മൾ കഴുകി കളയുകയാണ് ചെയ്യുക. കാരണം അതിന്റെ ടേസ്റ്റ് പോകുന്ന വരെ നമ്മൾ ഏകദേശം കഴുകും. അങ്ങനെയാണ് അത്. പിന്നെ പേസ്റ്റ് ഉപയോഗിക്കാണ്ട് ഇപ്പൊ ഒരാൾ ക്ലീൻ ചെയ്താലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അയാൾക്ക് കാരീസിന് അങ്ങനത്തെ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. വേണ്ടത്ര വൃത്തിയാവില്ല. പിന്നെ ഇവര് പറയുന്നത് അതിന് ശേഷം വരുന്ന പിന്നെ നമ്മളിപ്പോ ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ നഖം നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത്? നമ്മളിപ്പോ വെറുതെ നഖത്തിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരുതിയാൽ കാലിന്റെ നഖം ആണെന്ന് വിചാരിച്ചു ഇങ്ങനെ ഒന്ന് വരുതിയാലും ക്ലീൻ ആവും. പക്ഷെ ആ ക്ലീൻ ആയാലും വ്യത്യാസമുണ്ട്. ഒരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ആ നഖത്തിന്റെ ആ ഇടുങ്ങിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ വളരെ വൃത്തിയായിട്ട് ക്ലീൻ ആവും. എന്നുപോലെ തന്നെയാണ് നമ്മൾ പല്ലിൽ ബ്രഷ് ഉപയോഗിക്കുന്നതും. അത് ആ പല്ലിന്റെ ആ സയന്റിഫിക്കലി ആയിട്ടുള്ള പറഞ്ഞ ടെക്നിക്കിൽ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് അല്പം പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് വൃത്തിയാവും. അങ്ങനെയാണത്. ഇതുവരെ ശാസ്ത്രം അതിനെ മനസ്സിലാക്കിയിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ജനങ്ങളുടെ അനുഭവം അങ്ങനെ തന്നെയാണ്. കറക്റ്റാ ഡോക്ടർ. ചിലപ്പോ ഒരുപക്ഷെ നാളെ വരെ പറയും ഈ സോപ്പ് എന്നൊക്കെ പറഞ്ഞാല് കെമിക്കലാണ്, അത് നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധ പ്രകൃതിക്ക് എതിരാന്നൊക്കെ പറഞ്ഞ് നാളെ വരുമായിരിക്കും. അതേപോലെ തന്നെ ടൂത്ത് പേസ്റ്റ് യാതൊരു തെളിവില്ല. ഇവരെന്തെങ്കിലും വായിൽ തോന്നിയ വിളിച്ചു പറയാണ്. ഒരു സ്റ്റഡിയും നടന്നിട്ടില്ല. സ്റ്റഡി എന്താന്ന് പോലും അറിയാത്തവരാണ് പിന്നെ കമ്പാരിസൺ ഒക്കെ നടത്തുന്നത്. നമുക്ക് അടുത്ത ഇതിലോട്ടൊന്ന് പോകേണ്ടതുണ്ട്. ഈ ഭാഗത്തെ പല്ല് വേദനയെങ്കിൽ ഈ ഭാഗം കൊണ്ട് ചവച്ച് ആഹാരം ചെയ്യണമെന്നുള്ളതെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഏതെങ്കിലും ഭാഗത്തെ പല്ല് വേദനയുണ്ടെങ്കിൽ ആ പല്ലല്ലാത്ത മറ്റേതെങ്കിലും പല്ല് കൊണ്ട് നിങ്ങൾ ചവച്ചരക്കുന്ന പക്ഷം
ആദ്യത്തെ പല്ലുവേദന ഒരിക്കലും മാറുകയില്ല. ഇവിടെ ഏതെങ്കിലും പല്ല് വേദന ഉണ്ടെങ്കിൽ മുഴുവൻ പല്ലും ഒരുപോലെ വിശ്രമം നൽകിക്കൊണ്ടാണ് ദിവസം മുമ്പോട്ട് പോകേണ്ടത്. എന്ന് വെച്ചാൽ ആഹാരം കഴിക്കേണ്ട എന്നല്ല, ചവച്ചരക്കാൻ പാടില്ല. അപ്പൊ ചവച്ചരക്കുന്ന ജോലി കൃത്യമായി മിക്സിയിൽ നൽകിക്കൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിൽ നിങ്ങൾ എന്ത് ആഹാരമാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ആഹാരം നന്നായിട്ട് മിക്സിയിൽ നിങ്ങൾ അടിച്ചെടുത്ത ശേഷം സ്പൂണിൽ കോരി കഴിക്കുന്ന ശീലമാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഇങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾ വിശപ്പെടുകയും ചെയ്യും. ആ ആഹാരത്തിന്റെ രീതി തന്നെ വായിൽ ആഹാരം വെച്ചതിന് ശേഷം ചവച്ചരക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ഉമിനീർ നല്ലപോലെ മിക്സ് ആയിരിക്കണം എന്ന കാര്യം സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ആയിരിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ആഹാരമാണ് കഴിക്കുന്നത് അതിലൊന്നും ചവച്ചരക്കാൻ ആവശ്യമില്ലാത്ത രൂപത്തിൽ നിങ്ങൾ മിക്സ് ചെയ്തതിനു ശേഷം അത് വായിൽ ഓരോ സ്പൂൺ കോരിയെടുക്കുകയും ഉമിനീർ നന്നായി മിക്സ് ആകും വണ്ണം അത് വായിട്ട് നന്നായി ഇളക്കി മറിക്കുകയും അതിനുശേഷം മാത്രം വിഴുകുകയും ചെയ്ത ശീലം നിങ്ങൾ കൈകൊള്ളുകയാണെങ്കിൽ പല്ലിന് പരിപൂർണ്ണമായ വിശ്രമം ലഭിക്കും. ഡോക്ടർ ഇദ്ദേഹം പറഞ്ഞത് പിന്നെ പല്ലുവേദന വന്നാൽ സാധാരണ നമ്മൾ ഒരു പല്ലുവേദന വന്നാൽ മറ്റേ പല്ല് ഉപയോഗിക്കും, ഒരു തീരെ റെസ്റ്റ് കൊടുക്കൂല പല്ലിന്. അപ്പൊ പരിഹാരമായിട്ട് പറയുന്നത് പല്ലിന് റെസ്റ്റ് കൊടുക്കുക, പല്ല് ഉപയോഗിക്കാതിരിക്കുക തീരെ, എന്നിട്ട് ഭക്ഷണം ജ്യൂസാക്കി കഴിച്ചാൽ പല്ലുവേദനൊക്കെ മാറുന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഈ അക്യൂപങ്ചർ എന്ന് പറയുന്നത് 5000 വർഷം മുമ്പ് വന്നതാണെന്നല്ലോ പറയുന്നത്. അപ്പൊ ഈ മിക്സി കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? ഇവര് എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം മിക്സി ഇല്ലാത്ത രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. മിക്സി ഉപയോഗിക്കുക ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അവർക്ക് എവിടുന്ന മിക്സി? പിന്നെ മനുഷ്യൻ ചവച്ചരച്ച് എന്റെ ഭക്ഷണം കഴിക്കണം. ഈ ഭക്ഷണം ഇനി മാത്രമല്ല, ഒരാൾ ഭക്ഷണം ചവച്ചരച്ചില്ലെങ്കിൽ തന്നെ അയാളുടെ പല്ലിൽ കേടുവരുന്ന. കാരണം നമുക്കറിയാം, ഇപ്പൊ ഒരു നമ്മൾ അലക്കുന്ന കല്ല് അത് നമ്മൾ അതിലിട്ടൊന്നും അരക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ പൂപ്പല് വരും. ഈ മിക്സിയിലിട്ട ഭക്ഷണം മാത്രം ഒരാൾ വിചാരിച്ചു ഞാൻ എല്ലാം മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചിട്ട് കലക്കി കുടിക്കുകയാണ്, ഇതൊന്നും ചവക്കുന്നില്ല. അവിടെ ബാക്കിയുള്ള പല്ലുകൾ കൂടി കേടായി പോവുകയാണ് സംഭവിക്കുക. ഇപ്പൊ നമുക്കറിയാം, ഈ ക്യാൻസർ പേഷ്യന്റ് അങ്ങനെ ചില ഗുരുതരാവസ്ഥയിലൊക്കെ ബ്രഷ് ചെയ്യാൻ പറ്റാത്ത രോഗികൾ ഉണ്ടാവും. ചിലപ്പോൾ തലയിലൊക്കെ ഇഞ്ചുറി ഒക്കെ പറ്റിയ അവർക്കൊക്കെ ചിലപ്പോൾ ആ ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അവരുടെ പല്ലുകളൊക്കെ ഒരുപാട് കേട് വന്നിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ബ്രഷ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ചവച്ചരക്കുന്നതിലൂടെ നമ്മളുടെ ഭക്ഷണം അരയെ മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ പല്ല് ക്ലീൻ ആവുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഴുക്ക് കല്ല് ക്ലീൻ ആവും കൂടി ചെയ്യുന്നുണ്ടല്ലോ അലക്കുമ്പോൾ. സാധാരണ എല്ലാവരും പറയുന്ന ഉദാഹരണം എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഈ പല്ല് ഒരു പല്ല് ആകുമ്പോൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ 2 പ്രശ്നം വരുന്നു. രണ്ടാമത് നമ്മുടെ TMJ, നമ്മുടെ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് എന്ന് പറയും. നമ്മൾ ചവക്കാണ്ട് നമ്മളെ വായാണ്ട് കൂട്ടി വെച്ചിട്ട് ഒരു പൈപ്പ് ഇട്ടിട്ട് അതിലൂടെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജോയിന്റിൽ സ്റ്റിഫ്നെസ് വരാൻ തുടങ്ങും. നമ്മുടെ ഈ ജോയിന്റ് മസിൽസ്, ഇപ്പൊ നമ്മളെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ നിവർത്താൻ കുറച്ച് പ്രയാസമായിരിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ജോയിന്റിലും സ്റ്റിഫ്നെസ് വന്ന് പിന്നെ വായ തുറക്കാൻ പറ്റാതായി. അപ്പോഴേക്കും നമ്മുടെ പല്ലുകൾ മുഴുവൻ കേടുവന്ന്. ഇതാണ് ജ്യൂസ് മാത്രം കുടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് സംഭവിക്കാൻ പോകുന്നത്. പല്ലുവേദന മാറുന്നത് വരെ ഒരാൾ ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ജ്യൂസും കൂടി ആകുമ്പോൾ അതിൽ ഇത്തിരി മധുരം കൂടി ഉണ്ടെങ്കിൽ അയാളെ ബാക്കിയുള്ള പല്ലും കൂടി മുഴുവൻ കേടായി കിട്ടും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. പിന്നെ വേദന വരുന്ന പല്ല് പറഞ്ഞു കഴിഞ്ഞാല് ഓൾറെഡി ഈ പല്ലിൽ ഒരു ദ്വാരം, ഒരു കാരീസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ കാരീസിന്റെ ഉള്ളിലോട്ട് ഈ മധുരമുള്ള ജ്യൂസും പിന്നെയും ചെല്ലുകയാണ്. അപ്പോ മാത്രമല്ല, ചവക്കാത്തത് കൊണ്ട് എന്ത് വെച്ചുകഴിഞ്ഞാല് ഈ പല്ലും ക്ലീൻ ആവുന്നുമില്ല. അതിന്റെ കൂടെ ബ്രഷിങ്ങും കൂടി പേസ്റ്റ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറയാനില്ല. ആ പല്ലുകൾ അവരുടെ മുഴുവൻ പല്ലുകളും ചിലപ്പം കേടാവാൻ അത് കാരണമാകും. ഇതാണ് സംഭവിക്കുക. അതൊക്കെ അശാസ്ത്രീയമായിട്ടുള്ള ഈ തള്ളലുകള് സാധാരണക്കാര് ചിലപ്പോൾ അത് തെറ്റിദ്ധരിക്കാൻ വളരെ സാധ്യതയുണ്ട്. പിന്നെ ഒരിക്കലും നമ്മൾ ചവക്കാൻ വേദന വന്ന പല്ലുകൊണ്ട് സാധാരണ ചവക്കാൻ കഴിയില്ല. നമ്മള് സാധാരണ മരുന്നോ അല്ലെങ്കിൽ അത് റൂട്ട് കനാൽ ചെയ്ത് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്താൽ വേദന പെട്ടെന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുക. സാധാരണ ഇതിലൊരു റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ 1-2 ദിവസത്തിനുള്ള വേദന മാറും. അയാൾക്ക് സാധാരണ ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റും. നമ്മളത് ഫില്ല് ചെയ്തെടുക്കും, ടെമ്പറേലി ഫില്ല് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അയാൾക്ക് വെച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാം. ഈ മാത്രമല്ല, ചവക്കാതിരുന്നിട്ട് വേദന പോകും എന്ന് പറയുന്നതും ശുദ്ധ അബദ്ധമാണ്. കാരണം ഈ ടൂത്ത് ഏക്ക് എന്ന് പറയുന്നത്, പല്ലുവേദന എന്ന് പറയുന്നത്, ഒരു സാധാരണക്കാരന് പല്ലുവേദന പറഞ്ഞ ഒറ്റ വാക്കുള്ളെങ്കിലും ഒരു ഡെന്റിസ്റ്റിന്റെ ഭാഷയിൽ അത് ഒരുപാട് തരമുണ്ട്. ഇപ്പൊ നമ്മൾ അതിന് അക്യൂട്ട് പൾപ്പൈറ്റിസ് എന്ന് പറയും, പിന്നെ റിവേഴ്സിബിൾ പൾപ്പൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് വേറെ ടൈപ്പ്, അത് തനിയെ മാറിപ്പോകുന്ന ചിലത്. പിന്നെ ക്രോണിക് പൾപ്പൈറ്റിസ് എന്ന് പറയും. ഈ അക്യൂട്ട് പൾപ്പൈറ്റിസ് ഒക്കെ വന്ന രോഗിയോട് ഈ സുഹൈബ് റിയാൽ പറഞ്ഞ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോന്തക്ക് അടി കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ അക്യൂട്ട് പൾപ്പൈറ്റിസ് വരുന്ന രോഗി നമ്മളെടുത്ത് വരില്ല. എങ്ങനെ അറിയോ? ഒരു ചെറിയ കുട്ടീനെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വാവിട്ട് കരയുക? ഇതുപോലെ കരഞ്ഞുകൊണ്ടാണ് വലിയ മനുഷ്യന്മാര് നമ്മുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടാണ് വരിക. ഇങ്ങനെ പിടിച്ചിട്ട് വാവിട്ട് കരഞ്ഞിട്ട് വരും. ഇതിനാണ് നമ്മൾ അക്യൂട്ട് പൾപ്പൈറ്റിസ് എന്ന് പറയാം. ഭയങ്കര പെയിൻ.
അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പെയിൻ എന്ന് പറയുന്നത് റീനൽ കോളിക് ആണ്. നമ്മുടെ കിഡ്നിയിലെ കല്ലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വേദന. രണ്ടാമത്തെ വേദന അക്യൂട്ട് പൾപ്പൈറ്റിസിലെ വേദനയാണ്. അത് സഹിക്കാൻ പറ്റൂല. അങ്ങനെ വേദനയായിട്ട് വരുന്ന ഒരാളോട് നിങ്ങൾ പിന്നെ അങ്ങേ സൈഡിലിട്ട് ചവച്ചാൽ മതി ജ്യൂസ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കൈകാര്യം ചെയ്യും. അല്ല, ഇത് ഇതിനെക്കുറിച്ച് ഒരു പ്രാഥമിക ധാരണ ഇല്ലാത്തൊരു പ്രശ്നമാണ്. അദ്ദേഹത്തിന് സാറിന് അസുഖം വന്നാൽ റെസ്റ്റ് എടുത്താലൊക്കെ അസുഖം മാറാം. അദ്ദേഹത്തിന്റെ ധാരണ പല്ലുവേദന എങ്ങനെയാണ്, അതിനെക്കുറിച്ച് എന്താണ് പല്ലുവേദന എന്നോ അതെങ്ങനെയാണ് പല്ല് കേടാവുന്നോ അതിന്റെ അനാട്ടമി എന്താണെന്നൊന്നും അറിയാത്ത ഒരാളുടെ അടുത്തുനിന്ന് ഈ ഒരു അബദ്ധം നമുക്ക് പ്രതീക്ഷിക്കാലോ. അദ്ദേഹം തുടരുന്നുണ്ട്, നമുക്ക് അതെ അതെ അതെ. വെളിച്ചെണ്ണ കൊണ്ട് നന്നായി ഒന്ന് വായ കുപ്പിക്കുക. വായ കഴുകാതെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യാം. രാവിലെ എഴുന്നതിന് ശേഷം മോണ നന്നായി മസാജ് ചെയ്യുക. പറ്റുമെങ്കിൽ ദിവസം 3-4 പ്രാവശ്യം മോണ നന്നായി മസാജ് ചെയ്യുക. വെളിച്ചെണ്ണ കൊണ്ട് നന്നായി ഒപ്പിച്ച് തുപ്പിക്കളയുക. ഈ രീതിയിൽ നിങ്ങൾ വെളിച്ചെണ്ണ പ്രയോഗവും അതുപോലെ തന്നെ വില കൊണ്ടുള്ള മോണ മസാജിങ്ങും അതുപോലെ തന്നെ പല്ലുവേദന ഏത് ഭാഗത്താണുള്ളത് ആ ഭാഗത്തിൽ മാത്രമല്ല മുഴുവൻ പല്ല് ഒരുപോലെ വിശ്രമം നൽകിക്കൊണ്ട് കട്ടിയുള്ള ആഹാരം പരിപൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു മരുന്നുമില്ലാതെ പല്ല് പറിച്ച് കളയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പല്ല് ലാഭിക്കാം. നമ്മുടെ പല്ലുകൾ അത് 2 തരം നോക്കിയാൽ പറയാം. മുമ്പിലുള്ള കാണുന്ന പല്ലുകൾ പോലെ തന്നെ അകത്തുള്ള ചവച്ചരക്കാനുള്ള പല്ലുകൾ, ഈ 2 തരം പല്ലുകളായാലും ശരി നമുക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. ആ വേദനയുടെ പല്ല് അത് പറിച്ച് കളയുക എന്നത് ശരിയായ രീതിയല്ല. അദ്ദേഹം പല്ല് സംരക്ഷിക്കാനുള്ള ഒരു ട്രിക്കാണ് പറഞ്ഞത്. വെളിച്ചെണ്ണ കൊണ്ട് മസാജ് ചെയ്താൽ മതി, പല്ല് പിന്നെ പറിച്ചു കളയാതെ ലാഭിക്കാതെ പറയുന്നത്. അപ്പൊ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം അല്ലേ? അത് ഉപരി പറയുന്നില്ലല്ലേ ബ്രഷ് ചെയ്യണം എന്നുള്ള കാര്യം? ഇല്ല പറഞ്ഞിട്ടില്ല. മസാജിങ് മാത്രമേ, വെളിച്ചെണ്ണ കൊണ്ട് മസാജിങ്ങാ പറഞ്ഞത്. ഈ വേദന വന്ന പല്ല് എന്ന് പറയുന്നത് ചൈനയിൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് അക്യുപങ്ക്ചർ കണ്ടുപിടിക്കുമ്പോ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നോ എന്നുള്ളത് സംശയമാണ്. പിന്നെ ഈ വേദന വന്ന പല്ല് എന്ന് പറയുന്നത് യഥാർത്ഥത്തില് അവിടെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് വരുന്നത്. ഞാൻ അത് റൂട്ട് കനാലിന്റെ ആ സ്റ്റേജ് വിവരിക്കുമ്പോൾ ഞാൻ കൂടുതൽ വിവരിച്ചു തരാം. പിന്നെ നമ്മുടെ പല്ലിന്റെ ഉള്ളിലോട്ട് ഒരുപാട് ബാക്ടീരിയകൾ കടന്നിട്ട് നമ്മുടെ പല്ലിന്റെ ഒരു മജ്ജഭാഗമുണ്ട്. അപ്പൊ നമ്മുടെ എല്ലിന് അതിന്റെ ഉള്ളിൽ ഒരു മാംസഭാഗം പോലുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ പല്ലിന്റെ ഉള്ളിലും ഒരു മാംസഭാഗമുണ്ട്. പല്ലെന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള ഒരു സാധനമാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു മാംസഭാഗം. ഈ ഭാഗത്തോട്ട് ബാക്ടീരിയകൾ കൂട്ടമായി കടന്നിട്ട് അവിടുത്തെ നമ്മളെ കോശങ്ങളൊക്കെ ഈ ബാക്ടീരിയ തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ ശരീരം അപ്പുറത്തുനിന്ന് ശരീരത്തിലെ നമ്മുടെ സെൽസ് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഈ പൾപ്പിനെ, ഈ മജ്ജഭാഗത്തിന് ഈ ബാക്ടീരിയ നശിപ്പിച്ച് അതിനെ നമ്മുടെ രോഗാണുക്കളുടെ ഒരു കളക്ഷൻ, അതിനുള്ളിൽ രോഗാണുക്കളുടെ ഒരു കളക്ഷൻ ഉണ്ടാവുന്ന സമയത്താണ് ആ വേദന കൂടുതൽ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ പല്ലുവേദന എന്ന് പറഞ്ഞിട്ട് ഒരു രോഗി യഥാർത്ഥത്തിൽ വരുന്നത്. ഈ ഒരു രോഗിയോട് നമ്മള് വെളിച്ചെണ്ണ കൊണ്ട് മസാജ് ചെയ്താൽ മതി എന്ന് പറയുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് പ്രതികരിക്കാം. പിന്നെ മാത്രമല്ല ഈ വെളിച്ചെണ്ണ കൊണ്ട് മസാജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇതാണ് പല്ലിന്റെ ഒരു മോഡൽ കാണുന്നുണ്ടോ? നമ്മൾ കൈകൊണ്ട് മസാജ് ചെയ്യും, കാണുന്നുണ്ടല്ലോ അല്ലേ? പല്ലിന്റെ മോഡൽ നമ്മൾ പല്ലിന്റെ മോഡലിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വരുകയാണ്. മസാജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുകയാണ്. ഈ പല്ലിന്റെ വിടവുകളിൽ നിന്നൊന്നും ഒരിക്കലും അഴുക്ക് പോവില്ല. പല്ലിന്റെ വിടവുകളിൽ നിന്നൊക്കെ അഴുക്ക് പോകണമെങ്കിൽ നമ്മളൊരു ബ്രഷ് തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് കൈകൊണ്ട് നമ്മൾ ഉമിക്കരി വെച്ചും പൊടി വെച്ചും ഒക്കെ വരുതിയാലും ഈ പല്ലിന്റെ വിടവുകളിൽ നിന്ന് ക്ലീൻ ആവില്ല. ഉദാഹരണം നമ്മുടെ നഖം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നഖം കൈകൊണ്ട് നിന്ന് വരുതിയാലും മിസ്വാക്ക് കൊണ്ട് വരുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മിസ്വാക്ക് കൊണ്ട് വരുത്തുമ്പോൾ ആ ഒരു ബ്രഷ് പോലെ നമ്മളെ നഖത്തിന്റെ ഗ്യാപ്പിൽ നിന്നൊക്കെ പോകും. അതുപോലെ പല്ലിന്റെ വിടവെന്ന് പോകണമെങ്കിൽ കൈകൊണ്ട് വരുത്തിയാല്. പിന്നെ മോണ മസാജ് ചെയ്യുന്നത് ഡെന്റിസ്ട്രിയിലുള്ള ഒരു സംഭവം തന്നെയാണ്. അത് മോണയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കാണ്, പല്ലുവേദനക്കല്ല. മോണയിൽ വരുന്ന ചില രോഗങ്ങൾക്കുണ്ട്, പെരിഡോണ്ടൈറ്റിസ് അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ മോണ മസാജ് ചെയ്യലും അതുപോലെ മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കലും ഒക്കെ ഉണ്ട്. അത് വേറെ രീതിയിലാണ്. അത് പല്ലുവേദനക്കല്ല അത് ട്രീറ്റ് ചെയ്യുന്നത്. അതും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടൊന്നുമല്ല. മോണ മസാജ് ചെയ്യാൻ അതിന്റെ ടെക്നിക്കുകൾക്ക് വേറെ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതേപോലെ അദ്ദേഹത്തിന് എന്താണോ അപ്പം തോന്നിയത് അത് പറയുകയും അത് ഏറ്റെടുക്കാൻ അനുയായികളുണ്ട്. അതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറഞ്ഞാലും ഏറ്റെടുക്കാൻ വിവരമില്ലാത്ത അണികൾ ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ്
ഇദ്ദേഹം എന്ത് അബദ്ധം പറഞ്ഞാലും അത് സ്വീകരിക്കാനുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് പല്ലുവേദന ഉണ്ടാകുമ്പോൾ നാം പല്ല് പറിച്ചു കളയുന്നു. എന്നാൽ ഗർഭിണിക്കാണ് പല്ലുവേദന ഉള്ളെങ്കിലോ നിങ്ങൾ ഡോക്ടറെ കാണിച്ചാൽ പ്രസവത്തിന് ശേഷം മാത്രമേ പല്ല് പറിക്കാവൂ എന്ന് അദ്ദേഹം പറയും. അപ്പോൾ ഗർഭകാലത്ത് ഇത്തരം പല്ലുവേദനയുമായി പ്രയാസപ്പെടുമ്പോൾ ആ ഗർഭകാലം കഴിയുമ്പോഴേക്ക് പ്രസവിച്ച് കഴിയുമ്പോഴേക്ക് ആ പല്ലുവേദന എങ്ങോട്ടോ മാഞ്ഞുപോയി, അല്ലെങ്കിൽ പല്ലുവേദനയ്ക്ക് ഉണ്ടായിരുന്ന കാരണം സുഖപ്പെട്ടു പോയി. ഇതേപോലെ എല്ലാ ആളുകൾക്കും അല്പം ക്ഷമിച്ചിരിക്കാൻ തയ്യാറാണെങ്കിൽ ഏത് വേദനയും സുഖപ്പെടുന്ന പോലെ പല്ലുവേദന സുഖപ്പെടുക തന്നെ ചെയ്യും. അല്പം വിശ്രമവും അല്പം കാത്തിരിവും മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ആവശ്യമുണ്ട്. നോക്കൂ ഡോക്ടർ, ഇദ്ദേഹം പറയുന്നത് ഇപ്പൊ ഗർഭിണികൾക്ക് പല്ലുവേദന ഉണ്ടായി നമ്മളപ്പം പല്ല് പറിക്കൂലല്ലോ ഗർഭകാലത്ത്, അവര് അതുവരെ കാത്തിരിക്കും പ്രസവം കഴിയുന്നവരെ. അങ്ങനെ കാത്തിരുന്നാൽ മതി, അപ്പൊ അങ്ങനെ കാത്തിരുന്ന് കുറച്ച് വിശ്രമം കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ പല്ലുവേദന എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അതിന്റെ വസ്തുത? ഗർഭിണികൾക്ക് വേദന വന്നു കഴിഞ്ഞാല് സാധാരണഗതിയിൽ സെക്കൻഡ് ട്രൈമസ്റ്റർ, ആദ്യത്തെ 3 മാസം കഴിഞ്ഞിട്ടുള്ള ഏകദേശ സമയം, ഈ 3 മാസം മുതൽ 6 മാസം വരെയുള്ള സമയത്ത് നമുക്ക് പല്ലെടുക്കാം, റൂട്ട് കനാൽ ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയും, ആദ്യത്തെ 3 മാസവും അവസാനത്തെ ഭാഗം ഈ 6 മാസത്തിന് ശേഷമുള്ള സമയം, ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മാത്രമാണ് ശരിക്ക് ഇത് അബ്സല്യൂട്ട്ലി നമ്മൾ ഡെന്റൽ ട്രീറ്റ്മെന്റ് പരമാവധി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞ് വളരുന്ന വളരെ ഏർലി സ്റ്റേജിലുള്ള ആ ഒരു സമയമാണ്, കോശങ്ങൾ വിഭജിച്ച് വളരെ ഏർലി ആയിട്ടുള്ള സ്റ്റേജിലാണ്. ആ സമയത്ത് നമ്മൾ ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ നമ്മൾ മെഡിസിൻസ് ഉപയോഗിക്കുന്നതാണ് വളരെ കെയർ ചെയ്യുന്നത്. കാരണം പല മെഡിസിൻസും പരമാവധി ഒഴിവാക്കണം. പക്ഷെ നമുക്ക് പിന്നെ ഒരു അസഹ്യമായ വേദന വന്നിട്ട് ഇതല്ലാണ്ട് വേറൊരു വഴിയില്ല എന്ന് തോന്നുന്ന സമയത്ത് ചിലപ്പം നമ്മളിപ്പോ സാധാരണ നമ്മളൊരു പല്ലിന് ഒരു റൂട്ട് കനാൽ ചെയ്യുകയാണെങ്കിൽ അനസ്തീഷ്യ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക, ധരിപ്പിക്കുന്ന മരുന്ന് കൊടുത്തിട്ടാണ് ചെയ്യുക. പക്ഷെ ഇത്തരം പേഷ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യും, ധരിപ്പിക്കുന്ന മരുന്ന് ഉപയോഗിക്കാണ്ട് ആ പല്ലിന്റെ ഉള്ളിലോട്ട് ഡ്രസ്സിംഗ് ഒക്കെ കൊടുത്ത് നമ്മൾ തൽക്കാലം ആദ്യത്തെ 3 മാസം കഴിയുന്നത് വരെ ഉള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോഴും നമ്മൾ ഒരു ട്രീറ്റ്മെന്റും ചെയ്യൂല എന്നൊന്നുമില്ല. കാരണം ചെയ്യൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി സമ്മതിക്കൂല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാര്യം കൊണ്ട് വരുന്ന ആള് നിങ്ങൾക്ക് ഇപ്പൊ ഇനി 3 മാസത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. കാരണം അവിടെ പോസിബിൾ ആയ ട്രീറ്റ്മെന്റ്സ് പലതുണ്ട്, അത് നമ്മൾ ചെയ്യും. അത് ഓരോന്നായിട്ട് വിശദീകരിക്കണമെങ്കിൽ ഒരുപാടുണ്ട്. കാരണം അത് പല്ലിന്റെ കേട് ഏത് സ്റ്റേജിൽ അത് റൂട്ട് കനാൽ ആവശ്യമുണ്ടോ, ഫില്ലിങ് മതിയോ എന്നുള്ളതിനൊക്കെ അനുസരിച്ച് നമ്മൾ ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ ചെയ്യും. മെഡിസിൻസ് പരമാവധി ഒഴിവാക്കും. പിന്നെ ധരിപ്പിക്കുന്ന മരുന്നുകൾ നമ്മൾ സാധാരണ കൊടുക്കാറില്ല. കാരണം രോഗിയെ പറയും ധരിപ്പിക്കുന്ന മരുന്ന് ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയും. വേദന സഹിച്ചിട്ട് ചെയ്തോളാന്ന് രോഗി ഇങ്ങോട്ട് പറയും, ഞാൻ എത്ര വേദന സഹിച്ചോളാം, എനിക്കിതൊന്നും മാറി കിട്ടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അവർക്കിത് ദിവസങ്ങളോളം കിടന്ന് കരയണം. അപ്പൊ അതിനേക്കാൾ ഒരു ഞാൻ വേദന സഹിച്ചോളാം ഡോക്ടറെ, നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്തെന്ന്. അപ്പൊ നമ്മൾ പല്ല് ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലും മെഡിക്കൽസ് എന്തെങ്കിലും വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പല്ല് ഫില്ല് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ട്രീറ്റ്മെന്റ് ചെയ്യും. സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ പിന്നെ നമുക്ക് ഒരു പ്രശ്നമില്ല, സാധാരണ രീതിയിൽ ഒരു ട്രീറ്റ്മെന്റുകളെല്ലാം ചെയ്യാൻ, പല്ലടിക്കൽ അടക്കമുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ. ഇനി തേർഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് ചെയ്യാം. ആക്ച്വലി തിയററ്റിക്കലി പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ തേർഡ് ട്രൈമസ്റ്ററിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനിടയിൽ രോഗികൾക്ക് എന്തെങ്കിലും പ്രയാസം അല്ലെങ്കിൽ പെയിൻ ഒക്കെ ഉണ്ടായാൽ ഇത് ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ ചിലപ്പം ചാൻസ് വരും. അപ്പൊ അങ്ങനെ തന്നെയാണ് രോഗികൾ കഠിനമായ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഗർഭിണിക്ക് ഒരു 7ാം മാസത്തിൽ വരികയാണ്, പിന്നെ അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും വേദന, ഒരു പ്രസവിക്കാനുള്ള പ്രസവ വേദന വരാന് അതൊരു കാരണമാവും ചിലപ്പോൾ. അതുകൊണ്ട് മാത്രമാണ് ഈ തേർഡ് ട്രൈമസ്റ്ററിൽ നമ്മൾ ചെയ്യാത്തത്. അതും ഒരു പരിധി വരെ നമ്മൾ വേദന ഒക്കെ കുറച്ച് പിന്നെ പ്രയാസമാവില്ല എന്ന് തോന്നുന്ന ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുകയും ചെയ്യാം, വലിയ പ്രശ്നമൊന്നുമില്ല അവിടെ. അതേപോലെ തന്നെ തേർഡ് ട്രൈമസ്റ്ററിൽ നമ്മൾ മെഡിസിൻസ് ഒന്നും ഉപയോഗിക്കുന്നതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ആദ്യത്തെ 3 മാസം മാത്രമാണ് ആ ഒരു കെയർ വരുന്നത്. അവിടെയും നമ്മൾ ട്രീറ്റ്മെന്റ്സ് ഒന്നും ചെയ്യില്ല എന്നൊന്നുമില്ല. നമ്മൾ പരമാവധി മെഡിസിൻസും മരുന്നുകളും ശരീരത്തിൽ കുത്തിവെക്കുന്നതും, എന്നിട്ട് തൽക്കാലം ആ വേദന മാറ്റി, അപ്പോഴും നമ്മളവിടെ ഒരു റിസ്കിലാണ്. നമ്മളവിടെ വേദന മാറ്റി അവിടെ ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ടില്ല, താൽക്കാലിക പരിഹാരം കണ്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. അതായത് തന്നെ ആ രോഗിയെ മിക്കവാറും സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ ഓടി വരലാണ് ബാക്കി ട്രീറ്റ്മെന്റ് തുടരണം. കാരണം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ ചിലപ്പം കഴിയാറുമില്ല. അല്ലെങ്കിൽ പിന്നെ ചില കേസുകളിൽ നമ്മൾ അവർക്ക് അസഹ്യമായ വേദനയാണെങ്കിൽ അവര് അനസ്തീഷ്യ ഒന്നും കൊടുക്കാണ്ട് റൂട്ട് കനാൽ അറ്റംപ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്.